നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് അനലൈസ് ചെയ്യാം. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യണം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത്. കാരണം ഇനിയുള്ള എക്സാമുകൾക്കെല്ലാം നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അതാണല്ലോ കൂടുതൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പോൾ ചോദ്യത്തിലേക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മണി ബില്ലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ചോദ്യം, മണി ബില്ലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെല്ലാം? നോക്കാം. ഒന്നാമത്തത്, ലോകസഭയിൽ മാത്രമേ മണിബിൽ അവതരിപ്പിക്കാവൂ. മണിബിൽ ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാവൂ. 2, രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദം ആവശ്യമാണ്. മണിബിൽ അവതരിപ്പിക്കാൻ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദം ആവശ്യമാണ്. 3, രാഷ്ട്രപതിക്ക് മണിബിൽ തിരിച്ചയക്കാൻ കഴിയില്ല. രാഷ്ട്രപതിക്ക് മണിബിൽ തിരിച്ചയക്കാൻ കഴിയില്ല. 1ഉം 2ഉം മാത്രം ശരിയാണ്, എല്ലാം ശരിയാണ്. ഇതിൽ നോക്കുക, മണിബില്ലുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ തെറ്റായ പ്രസ്താവന ഇല്ല, ഇതിലെല്ലാം ശരിയാണ്. കാരണം മണി ബിൽ എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കുക, ആർട്ടിക്കിൾ 110 മണി ബില്ലുമായി ബന്ധപ്പെട്ട ഭരണഘടന ആർട്ടിക്കിൾ വരുന്നത്. മണി ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഓൺലി ഇൻ ലോകസഭ വിത്ത് ദി പ്രീവിയസ് സാങ്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയും. മണി ബില്ല് ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാവൂ, ഇത് ശരിയാണ്. വിത്ത് ദി പ്രീവിയസ് സാങ്ഷൻ ഓഫ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയാം. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദത്തോടു കൂടി ലോകസഭയിൽ മാത്രമേ മണി ബിൽ അവതരിപ്പിക്കാവൂ എന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 110 പ്രകാരം നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, എന്താണ് പറയുന്നത്? മണി ബിൽ രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദത്തോടു കൂടി ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാവൂ, അതൊരു മന്ത്രിക്ക് മാത്രമേ അവതരിക്കാൻ സാധ്യമാകൂ എന്നും കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം പറഞ്ഞ പ്രസ്താവന ലോകസഭയിൽ മാത്രമേ അവതരിപ്പിക്കാവൂ, അത് ശരിയാണ്. രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദം ആവശ്യമാണ് എന്ന് പറയുന്നതും ശരിയാണ്. 3ാം സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, രാഷ്ട്രപതിക്ക് മണി ബിൽ തിരിച്ചയക്കാൻ കഴിയില്ല, അതും ശരിയാണ്. എന്ന് വെച്ചാൽ ഇതോടെ ഉദ്ദേശിക്കുന്നത് സസ്പെൻസീവ് വീറ്റോ ആണ്. രാഷ്ട്രപതിക്ക് 3 വീറ്റോ പവറുകളാണ്. ഒന്ന് ആബ്സല്യൂട്ട് വീറ്റോ എന്ന് വെച്ചാൽ ബില്ല് രാഷ്ട്രപതിക്ക് മുൻപാകെ എത്തുമ്പോൾ രാഷ്ട്രപതിക്ക് വേണമെങ്കിൽ സൈൻ ചെയ്യാം, വേണമെങ്കിൽ സൈൻ ചെയ്യാതിരിക്കാം. അതാണ് നമ്മൾ ആബ്സല്യൂട്ട് വീറ്റോ എന്ന് പറയുന്നത്. മണി ബില്ല് രാഷ്ട്രപതി തിരിച്ചയക്കുന്നതിനാണ്, അല്ലെങ്കിൽ മണി ബില്ലോ മറ്റേത് ബില്ലാണെങ്കിലും അത് രാഷ്ട്രപതി പാർലമെൻറ്റിലേക്ക് പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കുന്നതിനാണ് നമ്മൾ സസ്പെൻസീവ് വീറ്റോ എന്ന് പറയുന്നത്. പിന്നെ 3ാമത് ബില്ല് രാഷ്ട്രപതി പിടിച്ചു വയ്ക്കുക, അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വയ്ക്കുക, അതിനാണ് നമ്മൾ പോക്കറ്റ് വീറ്റോ എന്ന് പറയും. അപ്പോൾ ഈ മണി ബിൽ എന്ന് പറയുന്നത് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുവാദത്തോടു കൂടിയാണ് ലോകസഭയിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സസ്പെൻസീവ് വീറ്റോ രാഷ്ട്രപതിക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ല. എന്ന് വെച്ചാൽ രാഷ്ട്രപതിക്ക് മണി ബില്ല് തിരിച്ചയക്കാൻ കഴിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ തെറ്റായ പ്രസ്താവന ഇല്ല, ഇതിലെല്ലാ പ്രസ്താവനകളും ശരിയാണ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 44ാമത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുത ഏതെല്ലാം? 44ാമത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ വസ്തുത ഏതെല്ലാം? നമുക്കറിയാം 44ാം ഭേദഗതി 1978 നമ്മുടെ മൊറാർജി ദേശായി ഗവൺമെൻറ് അല്ലെങ്കിൽ ജനതാ ഗവൺമെൻറ് നടപ്പിലാക്കിയ ഭേദഗതിയാണ് 44ാം ഭേദഗതി 1978. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, ലോകസഭയുടെ കാലാവധി 6 നിന്നും 5 കുറച്ചു. 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും റദ്ദു ചെയ്തു. 3, സായുധ കലാപം എന്ന വാക്ക് ആഭ്യന്തര ലഹള എന്ന വാക്കിന് പകരം കൊണ്ടുവന്നു. 1 മാത്രം തെറ്റ്, എല്ലാം ശരി. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്, ഇതിൽ തെറ്റൊന്നും ഇല്ല. ഓർത്തു വയ്ക്കുക, 44ാം ഭേദഗതി 1978 നമ്മുടെ മൊറാർജി ദേശായി ഗവൺമെൻറ്റാണ്, അല്ലെങ്കിൽ ജനതാ ഗവൺമെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ആ ഭേദഗതിയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാരണം ലോകസഭയുടെ കാലാവധി 6 നിന്ന് 5 കുറച്ചു. അത് ശരിയാണ്. കാരണം ലോകസഭയുടെ കാലാവധി ഓൾറെഡി 5 തന്നെയായിരുന്നു. ലോകസഭയുടെയും നിയമസഭയുടെയും കാലാവധി 5 ആയിരുന്നു. പക്ഷേ 42ാമത് ഭേദഗതി പ്രകാരം ലോകസഭയുടെ കാലാവധിയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെ കാലാവധിയും 5 നിന്ന് 6 കൂട്ടി. 42ാം ഭേദഗതി പ്രകാരം അത് 5 നിന്ന് 6 കൂട്ടി. വീണ്ടും 44ാം ഭേദഗതി, നമ്മളിപ്പോൾ ഈ പറയുന്ന ഭേദഗതി പ്രകാരം 6 നിന്ന് വീണ്ടും അത് 5 കുറയ്ക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ കാലാവധി, ഇന്ന് നമ്മൾ ലോകസഭയുടെയും സംസ്ഥാന നിയമനിർമ്മാണ സഭയുടെയും കാലാവധി 5 ആ ഒരു പോയിന്റിലേക്ക് എത്തുന്നത് 44ാം ഭേദഗതി. അപ്പോൾ 42ാം ഭേദഗതി പ്രകാരം 5 നിന്ന് 6 വീണ്ടും 44ാം ഭേദഗതി പ്രകാരം 6 നിന്ന് വീണ്ടും 5 കുറച്ചു. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. 2ാമത്, സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും റദ്ദു ചെയ്തു. നമുക്കറിയാലോ 44ാം ഭേദഗതി പ്രകാരം ആർട്ടിക്കിൾ 31 റൈറ്റ് ടു പ്രോപ്പർട്ടി ഡിലീറ്റഡ് ഫ്രം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് and became only a legal right under the article of 300 എന്ന് പറയാം. സ്വത്തവകാശം മൗലികാവകാശത്തിൽ നിന്നും റദ്ദ് ചെയ്ത് അത് ആർട്ടിക്കിൾ 300 കീഴിൽ നിയമപരമായ അവകാശം മാത്രമാക്കി മാറ്റി. അപ്പോൾ അതുകൊണ്ട് 2ാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. 3ാമത്തെ നോക്കാം, സായുധ കലാപം എന്ന വാക്ക് ആഭ്യന്തര ലഹള എന്ന വാക്കിന് പകരം കൊണ്ടുവന്നു. അതും ശരിയാണ്. ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന വാക്ക്, ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് അതാണ് ആഭ്യന്തര ലഹള. ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് റിപ്ലേസ്ഡ് ബൈ
ആംഡ് റബലിയൻ എന്ന് പറയാം. അപ്പോൾ ആഭ്യന്തര ലഹള എന്ന വാക്കിന് പകരം സായുധ കലാപം എന്ന വാക്ക് കൊണ്ടുവന്നത് ഇതും ശരിയാണ്. ഇതെല്ലാം 44 ഭേദഗതിയിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ശരിയാണ്. പിന്നീട് 44 ഭേദഗതിയിൽ പറയുന്ന മറ്റൊന്ന് ആർട്ടിക്കിൾ 20 and 21 കനോട്ട് ബി സസ്പെൻഡഡ് ഡ്യൂറിങ് ടൈം ഓഫ് എമർജൻസി എന്ന് പറയാം. എന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 20ഉം 21ഉം എമർജൻസി കാലഘട്ടത്ത് നമ്മുടെ എമർജൻസി കാലഘട്ടത്തിൽ എന്ന് വെച്ചാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ പോലും ആർട്ടിക്കിൾ 20ഉം 21ഉം റദ്ദ് ചെയ്യാൻ സാധ്യമല്ല എന്നൊരു വസ്തുത കൂടി ഏതിലുണ്ടായിരുന്നു, എന്നൊരു ക്ലോസ് കൂടി ഈ ഭേദഗതിയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻസിൽ നോക്കുക, ഇതിൽ നമ്മൾ പറഞ്ഞ 3 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. തെറ്റായ ജോഡി കണ്ടെത്തുക. ഹെമിസ് ജമ്മു കാശ്മീർ, ഗാഹിർ മാത ഒഡീഷ, ബാന്ധവ് ഗാർഹ് മഹാരാഷ്ട്ര, നന്ദൻ കാനൻ ഒഡീഷ, മാനസ് ആസാം. ഇതിലേതാണ് തെറ്റ് നോക്കുക. തെറ്റായ ജോഡി ഹെമിസ് എന്ന് ഓർക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ് ഹെമിസ്. അത് ജമ്മു കാശ്മീരാണ്. അത് ശരിയാണ്. ഹെമിസ് നാഷണൽ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ഹെമിസ് നാഷണൽ പാർക്കാണ്, ജമ്മു കാശ്മീരാണ്. ഹെമിസ് നാഷണൽ പാർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട എനിമൽ എന്ന് പറയുന്നത് സ്നോ ലെപ്പേഡാണ്. എന്ന് വെച്ചാൽ ഹിമപ്പുലിക്ക് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നാഷണൽ പാർക്കാണ് ഹെമിസ്. അത് ജമ്മു കാശ്മീരാണ്. സോ ഒന്നാമത്തെ ജോഡി ശരിയാണ്. 2 ഗാഹിർ മാത നാഷണൽ പാർക്ക് ഒഡീഷ. ഗാഹിർ മാത നാഷണൽ പാർക്ക് ഒഡീഷ, അതും ശരിയാണ്. ഒലീവ് റിഡ്ലി കടലാമകൾ നോർത്ത് അമേരിക്കയിൽ നിന്നും ഒഡീഷൻ കടൽ തീരത്തുന്ന ഒരു കടലാമകളാണ് ഒലീവ് റിഡ്ലി കടലാമകൾ. ആ ഒലീവ് റിഡ്ലി കടലാമകൾക്ക് പ്രശസ്തമായ നാഷണൽ പാർക്കാണ് ഗാഹിർ മാത ഒഡീഷ. സോ അതും കറക്റ്റ് ജോഡിയാണ്. പിന്നീട് ബാന്ധവ് ഗാർഹ് നാഷണൽ പാർക്ക് മഹാരാഷ്ട്ര. ഓർത്തിക്കുക, ബാന്ധവ് ഗാർഹ് നാഷണൽ പാർക്ക് മഹാരാഷ്ട്രയല്ല, മധ്യപ്രദേശാണ്. അത് ഇന്ത്യയിലെ നന്ദൻകാനൻ നാഷണൽ പാർക്ക്, ഒഡീഷയിലെ നന്ദൻകാനൻ നാഷണൽ പാർക്ക് പോലെ തന്നെ വൈറ്റ് ടൈഗർ വെള്ളക്കടുവകൾക്ക് പ്രശസ്തമായിട്ടുള്ള നാഷണൽ പാർക്കാണ് ബാന്ധവ് ഗാർഹ് നാഷണൽ പാർക്ക്. അത് വരുന്നത് മഹാരാഷ്ട്രയല്ല, മധ്യപ്രദേശാണ്. അപ്പോൾ അതുകൊണ്ട് ബാന്ധവ് ഗാർഹ് മഹാരാഷ്ട്ര, ആ ജോഡിയാണ് അതിൽ തെറ്റായിട്ടുള്ളത്. പിന്നീട് അടുത്ത ജോഡി നോക്കാം. നന്ദൻകാനൻ ഒഡീഷ, അത് ശരിയാണ്. നന്ദൻകാനൻ നാഷണൽ പാർക്ക് ഒഡീഷയാണ്. അത് വൈറ്റ് ടൈഗർ വെള്ളക്കടുവകൾക്ക് പ്രശസ്തമായ നാഷണൽ പാർക്കാണ്. 5ാമത്തെ ജോഡി മാനസ് ആസാം. നമുക്കറിയാം ആസാമിലെ പ്രശസ്തമായിട്ടുള്ള നാഷണൽ പാർക്കാണ് മാനസ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട അനിമൽ എന്ന് പറയുന്നത് റോയൽ ബംഗാൾ ടൈഗറാണ്. അതേസമയം ആസാമിലെ കാശിരംഗയാണെങ്കിൽ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിനും പ്രസക്തമാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ട ജോഡികളിൽ ബാന്ധവ് ഗാർഹ് മഹാരാഷ്ട്ര, അതാണ് തെറ്റ്. ബാന്ധവ് ഗാർഹ് വൈറ്റ് ടൈഗറിന് പ്രശസ്തമാണ്, അത് മധ്യപ്രദേശാണെന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻസ് നോക്കുക. അതിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതുപോലെ നമുക്ക് കുറച്ചുകൂടി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ.